അടിക്കാനും പഠിച്ച് പൊളിക്കാൻ ശ്രീസാരഥി വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് ഗ്രാനി മോർച്ചറി മാഡ്നസ്. ഇത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. എന്തോ കുന്തമാണെന്ന് ആർക്കറിയാം. കളിച്ച് നോക്കുക. ക്ലാസിക്ക് ടൈം ഇടും. നമ്മൾ ക്ലാസിക്ക് കളിച്ച് നോക്കാം. ഡിഫിക്കൽട്ടി ഒക്കെ എല്ലാവരും ഉണ്ട്. ഗ്രാൻഡ ഓണാക്കിടാ. ചൈൽഡ് എല്ലാവരും ഓണാക്കിടാം. ഇത് റൂമറാണ്. തുറക്കാൻ റെഡ് കീ. ഇതിന്റെ റെഡ് കീ ബോർഡ് ഇരിക്കുക. അതിനിടെ ഷോട്ട് ഗൺ. ഇത് നമ്മൾ മറ്റേ പഴയതല്ലേ, മറ്റേ ഞാൻ വെടിവെച്ചിരുന്ന ഗ്രാനി 4. എവിടെന്താ കീരിയ റെഡ് കീ. ഓക്കെ, നമുക്ക് റെഡ് കീ കിട്ടിയിരിക്കുന്നു ഗൈസ്. എന്ത് ചാടുന്ന സുനാപ്പിയൊക്കെ ഉണ്ടല്ലേ, നോക്കി ചാടി നോക്കി. ആ ഉണ്ടാ തുറക്കാം. റെഡ് കീന്റെ പൂട്ടായിരുന്നു. ഇവിടെ ഇതിൻ്റെ അകത്തെന്തോ ബിവെയർ ഓഫ് ഇന്ററാക്ഷൻ എന്തോ ആയിരിക്കും. നമ്മളെന്താ ട്രാപ്പായ, എവിടെയും പോകാൻ പറ്റൂലോ. അതാ തുറന്നല്ലേ ഏതെങ്കിലും. സിറിഞ്ച്. സിറിഞ്ച് എന്തിനാ ഇവിടെ ഇരിക്കുന്നു? സിറിഞ്ച് എന്തോ ലൂട്ടുണ്ടല്ലേ. ലൂട്ടയില് കുഞ്ഞു പോയി നോക്ക്. ഇവിടെ എന്തോ ഈ റൂമിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. ഒരു തേങ്ങയില്ല. എന്തിനാ ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എന്തോ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എക്സിറ്റ്. ഇവിടെ എന്തെങ്കിലും വെക്കണമെന്നോ. ഐ നീഡ് എ ഹാൻഡ് വീൽ. ഇവിടെ കയറി പിടിക്കോ പിടിച്ച്. ഞാൻ എന്തോ പറന്നു വരുന്നത്. വന്ന് കയറിയുള്ളൂ. താള ചെയ്യുന്ന പേര് പിടിച്ച് കളഞ്ഞ ലക്ഷ. ഏത് റൂമറാ നമ്മൾ തുറക്കാൻ വിട്ട് എന്തുവാ? സേഫ് കീ. ഇതെന്തിനാ സേഫ് കീ? ഇത് തുറന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ അടി ഒളിച്ചിരിക്കാൻ പറ്റുമോ? എനിക്ക് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് തുറക്കാൻ പറ്റത്തില്ല. മേലോട്ട് വഴിയുണ്ട്. ഇവിടെ ക്രോബാർ വേണം. ക്രോബാർ നമുക്ക് അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ അടി ഇരിക്കണമെന്ന് നമുക്ക് നോക്കണം കേട്ടോ ഗൈസ്. ഞാൻ ഇപ്പം ഇരിക്കാത്ത കാരണമെന്ന് വെച്ചാൽ അതോ വല്ലതും ചത്താലോ. ഏതൊക്കെ എസ്കേപ്പ് ഉണ്ടാകും. ഇത് നമ്മളെ പിന്നെ ഇവിടെ ഇട്ട് വട്ടം കിടക്കാൻ പറ്റുമെന്ന് നോക്കാം. കെണി ഇട്ടേക്കുന്നു. കെണിക്കുള്ളായിരുന്നു കൊടുക്കുക. നമുക്ക് പയ്യെ എവിടെയും നോക്കാം. തോന്നുന്നു ഇവിടെ വിളിച്ചിരിക്കുക. പറ്റുക പറ്റി ഇപ്പം ഇരുന്നപ്പം കുഴപ്പമില്ല. ഗ്രാൻഡ്പ കണ്ടില്ല. ഇത് സേഫാണ് കേട്ടോ ഗൈസ്. ഇത് നല്ലൊരു ഇതാണ്. എന്ത് ഗ്രാൻഡ്പയുടെ ഇരിക്കുന്ന ഷോട്ട് ഗണ്ണൊക്കെ നോക്കി. ഇനി നമുക്ക് മേലോട്ട് പോവാം. മേളിനി ആരൊക്കെ ഉണ്ടാകുന്നത്? സെൻട്രീനെ ചൈൽഡ് നമ്മളെ പഴയ ഗ്രാൻഡിയുടെ അത് ആ ഫോട്ടോ. അത് റൂമുണ്ടല്ലോ. അവിടെ എന്തെങ്കിലും ഒരു കോഡ്. ഇതിൻ്റെ അകത്ത് എന്തുവാ? കുഞ്ഞുമോൻ ജെട്ടിയിട്ടുകൊണ്ട് ഇറങ്ങിയേക്കുക. നമുക്ക് ഇവനെ കുഞ്ഞുമോൻ വിളിക്കണം. നമുക്ക് ഇവനെ ലുട്ടാപ്പി വിളിക്കാം. ലുട്ടാപ്പി ഇവിടെ നമ്മളൊരു പേരിട്ട് സേഫ് തുറക്കുന്ന പല വഴി. നമുക്ക് എന്തെങ്കിലും ഒരു കീ കിട്ടിയിട്ടുണ്ട്. സിറിഞ്ച് തന്നെ എല്ലായിടത്തും. ഈ സിറിഞ്ച് എന്തിനാണ് നമ്മൾ? നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം. എല്ലാത്തിനും നമ്മളാരും പിടിക്കത്തില്ലെന്ന് തോന്നുന്നു. സേഫാണ്. ലുട്ടാപ്പി ഓടി ഇരുന്നു. ലുട്ടാപ്പി ഇല്ലാത്തോട്ടൊന്നും കയറൂല.
എന്തെങ്കിലും വേണം. ക്രോബാർ. അതിനിടെ ക്രോബാർ ക്രോബാർ എല്ലായിടത്തും വേണമല്ലേ? ഈ ഒരു ഊട്ടയൊക്കെ കാണുന്നു. ഇതൊക്കെ എന്തിനാണോ എന്തോ. ഇവിടെ ഞങ്ങൾ നേരത്തെ ഇവിടെ ഒരു കോഡ് ഉണ്ട്, അത് ഇവിടെ അടിക്കണമെന്ന് തോന്നുന്നു. പക്ഷെ കോഡൊന്നും വ്യക്തമായിട്ട് കണ്ടില്ല. എന്തെങ്കിലും അടിച്ചോടും, ചിലപ്പം തുറന്നാലേ. ചെവി എന്ത് സാധനോടോ. ഇതിന്റെ സൗണ്ടൊക്കെ കേട്ടോ ഇപ്പൊ എല്ലാരും ഇവിടെ വരുമായിരിക്കും. ഗ്രാൻഡ് പേര് ഇവിടെ ഗ്രാൻഡ് പേര് ചെയ്തിട്ട് പിന്നെ ഗ്രാനി പകുതി വരെ എത്തിയിട്ട് അങ്ങ് പോകുമായിരിക്കും. തള്ളക്ക് ആ കാലും വെച്ചോണ്ട് പറ്റൂല. സെൻട്രീനെ ബോംബ് എവിടെയാ? ആ ബോംബ് എവിടെയാണോ? ഇതിന്റെ അകത്ത് കയറാനും പറ്റത്തില്ല. ഇതിപ്പോ എങ്ങോട്ട് പോണു? ആ കോഡ് 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 1509. ഗ്രാനി 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 പെട്ട് 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 പെട്ട്. ഈശോ എന്നെ അനുകരിക്കണം. അടുത്ത സെക്കൻഡ് ഷോട്ട്. ഗ്രാനിയുടെ കാര്യം ഇനി നമ്മൾ ഇത്തിരി സീരിയസ് ആയിട്ട് കളിക്കാം. സീരിയസ് ആയിട്ട് കളിക്കാം. ഫസ്റ്റ് തന്നെ തൂക്കായിരുന്നാ മതിയായിരുന്നു. എന്തോ കയറി പുന്നെ ഓടോടോടോടോടോട്. ഇതാണോ മറ്റേ സ്ഥലം? ഇത് മറ്റേ മറന്നു. വേറെന്തിനാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് പുറത്തോട്ട് ഓടാം. എന്തൊക്കെയാ വയറ് കാണിച്ചാ ചെയ്യുന്നതിൻ്റെ അകത്ത്? നമ്മൾ ഈ ഡോറ് തുറന്നായിരുന്നു. ആംബുലൻസ് കീ. അപ്പൊ ആംബുലൻസ് എസ്കേപ്പ് ഉണ്ട്. ആംബുലൻസ് എസ്കേപ്പ് ഉണ്ട് കേട്ടോ. ആംബുലൻസ് കിട്ടിയില്ലേ? എടുക്കണ്ട, ഇപ്പൊ ഒന്നും എടുക്കണ്ട, പയ്യെ എടുക്കാം. എൻ്റെ അടി കയറി കിളവനോ കിളവിയെല്ലാം വന്ന് അടിച്ച് തലമുണ്ട ഒട്ടിച്ച്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വരണം. എൻട്രീനെ എത്ര പേര്? നമ്മൾ 5 പേരെ ഇട്ട് കളിച്ചല്ലേ? 5 പേരെ ഇട്ട് കളിച്ചത് ടഫാന്ന്. ഇപ്പൊ 2 പേരെ വരുന്നുള്ളൂ. നല്ല ടഫാന്ന് തോന്നുന്നു. ക്രോബാർ എടുക്കാം, ക്രോബാർ എടുക്കാം, ക്രോബാർ ക്രോബാർ. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കാം നമുക്ക്. അയ്യോ എൻ്റെ അകത്ത് അടിയിൽ ഒളിച്ചിരിക്കായിരുന്നു. വരുന്നതിന് മുമ്പ് നമ്മൾ ഓടണം. വരുന്നതിന് പിടിക്കില്ല 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 പിടിക്കില്ല. നമ്മളെ കണ്ടോണ്ട് പിടിക്കുന്നുണ്ട്. കിളവനൊക്കെ അവിടെ കാണും. അത് ഇവിടെ പൊളിച്ച് നോക്കാം. ഇവിടെ പൊളിച്ച് ഇവിടെ സെൻട്രയിലെ മൂന്നെല്ലാം കാണുന്നു. ആർക്കറിയാം? ആരെ പിടിച്ച് പൂട്ടിയിട്ടേക്കാണ്. എന്തൊന്ന് മാറ്റണം തോന്നുന്നു. നമുക്ക് അവിടെയൊക്കെ പിന്നെ കാണാൻ പോവാം. സൗണ്ട് ഇട്ടിട്ട് ജസ്റ്റ് മിസ്. എന്നാ വല്ല അടിച്ചിരുന്നെങ്കിൽ ഇപ്പം വന്ന് ആ ഗ്രാൻഡ് പേ എന്ത് എങ്ങനെ ഗ്രാൻഡ് പേ കൊല്ലും നമ്മൾ? എടുത്തിട്ട് നോക്കി മുള്ളുകൊണ്ട് അടിച്ചു വെച്ചേക്കുന്നു. അയ്യോ ക്രോബാർ എന്ത് തെറിച്ചു പോയി. ഇങ്ങോട്ട് ഇതെന്തോ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗ്രാൻഡ് താഴെ ആയിരിക്കും. ലുട്ടാപ്പി അവിടെ പോയിട്ട് കിടപ്പുണ്ട്. നമുക്കിത് വെച്ച് എവിടെ പൊളിക്കുണ്ടായിരുന്നല്ലേ? ഈ കണ്ണെന്തിന് വെറുതെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം. ഷൂട്ട് ചെയ്യും. ഷൂട്ടിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ഞാനിപ്പോൾ ഇന്ത്യ അകത്തായിരുന്നു. ഇപ്പൊ 2 മിനിറ്റത്തേക്ക് നമുക്ക് തോക്കെടുത്താലേ? കളവൻ്റെ ഒന്നും എടുക്കാൻ ഈസായിട്ട്. ലുട്ടാപ്പി ജെട്ടി ഇട്ട് കിടക്കുന്ന എന്നാ പിടിച്ചു. ഇവനെ ലുട്ടാപ്പി ജെട്ടിയിട്ടോണ്ട് നടക്കുക. ആരാത് സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്നത്? ഇവനാരായിരുന്നു വെച്ചേ? പേര് പറഞ്ഞു പോയായിരുന്നു. നമ്മുടെ ചുണ്ടലി. ഇതെന്ത് തലയാട്ടിക്കൊണ്ട് കിടക്കുന്ന? ഇവന്റെ കഴുത്തിൽ പാഡിലോക്കി. ഇതൊക്കെ എന്തിനാ? ഗണ്ണ് കിട്ടി. ഇനി കളാൻ വന്ന് ഗണ്ണെടുക്കും.
നമുക്കുണ്ട്. എനിക്ക് എന്തുകൊണ്ടെന്ന് തോന്നി കിളവ നമ്മളെ ഇപ്പോഴത്തെ സ്പോട്ടിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്യും. കാരണം ഗണ്ണ് നമ്മളെ കയ്യിലല്ലേ. നേരത്തെ ഒരു നമ്പർ കൂടെ കിട്ടാണ്ടായിരുന്നു. 0 0 അത് തന്നെ. ഓക്കെ കറക്റ്റ് തുറന്നു. അവിടെ ഇരിക്കുന്നു ബ്ലോക്കി കിട്ടി. ഇവിടെ ആരും ഇരിക്കുന്നത് അങ്ങോട്ട് തുറക്കൂലേ? എന്താ ഒരു ആരോ ചത്തിരിക്കുന്നവിടെ. നമുക്ക് ഇതിൻ്റെ അകത്തിട്ടോ ഈ ഗണ്ണ് ഇവിടെ ഇട്ടേക്കാം. ഒന്ന് എടുക്കൂ. നമുക്ക് ബ്ലോക്കി നേരെ ഉണ്ട്. നമുക്ക് കാണുന്നോട്ടെ അവിടെ ഗണ്ണിരുന്ന് ടാസ്ക്. ഇതെന്തോന്ന് പേടിച്ചു പോയി മനുഷ്യൻ. നമുക്ക് ഓരോന്ന് ബ്ലോക്കി തുറ ഹാൻഡ് വീല് മറ്റേ നമുക്ക് ഇവിടെ അവിടെ എവിടെ നമ്മളെ ഗ്രാനി ആദ്യം അടിച്ചൊന്നുമില്ല. ഇവിടെ റിസ്ക്കാ. തോക്കെടുക്കണ്ടേ? തുറന്നു നോക്കാം. ഗ്രാനി വന്ന എന്റെ അടുത്തോട്ട് പോയി. ഇവിടെ എന്ത് അതിൻ്റെ അകത്ത് എന്തായിരുന്നു? അവിടെ ഇലക്ട്രിക് ആയിരുന്നു തോന്നുന്നു. ഇതെന്ത് കുന്തോന്ന് കൂടി പറഞ്ഞത്. മേലോട്ട് തന്നെ പോവാം. മേലോട്ട് തന്നെ പോവാം. ഗണ്ണെടുക്കണ്ടേ? വേണ്ട ഓടി തള്ളിക്കോ. അയ്യോ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് വരുന്നുള്ളത്. ഇവിടെ ഒളിച്ചിരിക്കാൻ പറ്റുമല്ലോ. ഇവിടെ എന്തൊരു വൈബ് സ്പോട്ട് കേട്ടോ. നമുക്ക് പോയാലും ചെയ്യാൻ പറ്റുമല്ലേ. അതോണം ഇനി നമുക്ക് എന്തോ ചെയ്യണം? ഇറങ്ങി ഞാൻ കാണൂല. എങ്ങനെ വിവരം പൊട്ടനെ സൈഡിൽ കൂടി ഡോറും അടച്ചേക്കാം. ഹൈടെക് ഡോറാണല്ലേ തന്നെ. എന്നാലും ഗ്രാനി മോർച്ചറി മാഡ്നസ് എന്തുകൊണ്ടൊരു വലിയായിരുന്നു. ഈ വലിയ വീടിന് എസ്കേപ്പ് ഉണ്ടെന്ന് പോലും അറിഞ്ഞൂടാ. അവിടെ ഒരു എക്സിറ്റ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എസ്കേപ്പ് ആണോന്ന് തോന്നുന്നു. വയർ കട്ടർ നമുക്കില്ല. നമ്മളെ റൂമിൻ്റെ അവൻ്റെ അപ്പുറത്തൊരു സ്ഥലം ഉണ്ടല്ലേ, അവിടെ ആവശ്യമുള്ളതെന്ന് തോന്നുന്നു. എനിക്ക് വന്ന് അവിടെ തുറക്കുമ്പോൾ ഇപ്പം വരുമെന്ന് തോന്നുന്നു. നമുക്ക് ബാക്കിലോട്ട് കയറി. ഇത് എന്തുകൂടെ ഇത് കുറേ പോകാല്ലേ. ഇവിടെ നല്ല എസ്കേപ്പ് ഉണ്ടാ തോമേ. എവിടെ വന്ന് വീണത്? എൻ്റെ നെഞ്ചി തൊട്ട് പേടിച്ച് ഈ സ്ഥലത്ത് തന്നെ ഒന്ന് വീണ പിടിച്ച. പിന്നെ എന്തോ ചെയ്യണം? ലാസ്റ്റ് ഡേ ഇത് വല്ലാത്ത കഷ്ടം തന്നെ. ഇനി ഒന്നും കൂടെ പോകണല്ലേ. എനിക്കൊന്ന് ഇനിയും ചെയ്താൽ ചാവും. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് മറ്റേ എക്സിറ്റ് ഡോർ നമ്മൾ തുറന്നില്ലേ, അവിടെയും തുറന്നു നോക്കാം. എന്തിനായാലും തുറന്നു നോക്കുമല്ലേ. എസ്കേപ്പ് ആയാലോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇത് ആവശ്യം ഉണ്ടാകും നോക്കാം. ഇവിടെ വല്ല ആവശ്യം എത്രാമത്തെ പ്രാവശ്യം തിരിഞ്ഞിരിക്കുന്ന എല്ലാരും മാസ്ക് തിരിഞ്ഞ് എന്തോടെ കത്തി. നമ്മൾ ഓപ്പറേഷൻ ഡി ചെയ്യാൻ പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ഗെയിം തോച്ചിരിക്കുന്നു. ഇതിൻ്റെ എസ്കേപ്പിംഗ് വീഡിയോ ആയിട്ട് അടുത്തൊരു പാർട്ട് വെക്കം വന്നിരിക്കും. ഇതുവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ബൈ.